ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജാനുവരി 5. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ മാർക്കറ്റിൽ ട്രേഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം പുതിയ വർഷം 2025 ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സാർ ചെറിയ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ, ചെറിയ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ, ഇതൊക്കെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, എൻ്റെ ഒരു അക്കൗണ്ട് ഞാൻ ആക്ടിവേറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അക്കൗണ്ട് ഇൻഡിവിജ്വൽ എൻ്റെ പേരിലുള്ള അക്കൗണ്ടാണ്. അത് വെച്ച് ഞാൻ നാളെ ഒരു 2 lakhs ഒരു ഫണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് 2 lakh വെച്ച് നമുക്ക് ട്രേഡിംഗ് എങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻ്റ് ആയ ഒരു 60 days ഒരു ചലഞ്ച് ഞാൻ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആ 2 lakhs അക്കൗണ്ടിൽ. സോ എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. 60 days കഴിയുമ്പം ഞാൻ അതിൻ്റെ 60 ദിവസത്തെ P&L എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. നമുക്കതിൽ നോക്കാമല്ലോ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ, അതോ ഞാനും പറയുന്നത് ഒന്നും ചെയ്യുന്നതൊന്നും പ്രവൃത്തിയും പറച്ചിലും രണ്ടാണോ എന്നൊക്കെ നമുക്ക് അതുവഴി നോക്കാം. പലരും ചോദിച്ചതിനുള്ള ആൻസർ ആയിട്ടാണ് ഞാനത് പറയുന്നത്. സോ നമുക്കൊരു ചെറിയൊരു അക്കൗണ്ട് 2 lakhs ഒരു അക്കൗണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു 60 days ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നും അത് നമുക്ക് പ്രോഫിറ്റബിൾ ആണോ അതോ ലോസ് ആണോ, ഈ പണി നിർത്തണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു സമയവും കൂടെയാണ്. സോ വെൽക്കം ടു ക്രിറ്റിക്കൽ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച ഞാൻ ട്രേഡിംഗ് ഒക്കെ കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു, കാരണം ഞാൻ ഹോളിഡേ മൂഡിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ട്രേഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് വാച്ച് ചെയ്യുകയായിരുന്നു മാർക്കറ്റ്. ഈവൻ എനിക്ക് ലാസ്റ്റ് 2 ദിവസം എൻ്റെ മുമ്പിൽ സ്ക്രീന് പോലും ഇല്ലായിരുന്നു. എനിക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എനിക്ക് അറിയണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് എൻ്റെ സമയം ഞാൻ ക്വാളിറ്റി ടൈം ഞാൻ സ്പെൻഡ് ചെയ്തു അവേ ഫ്രം ദ മാർക്കറ്റ് നാളെ അടുത്ത പുതിയ ക്വാർട്ടർ 3 റിസൾട്ട് നാളെ മുതൽ വരാൻ പോവുകയാണ്. മാർക്കറ്റിലെ പ്രീ ബജറ്റ് ന്യൂസ് വരാൻ പോകുന്നു. മാർക്കറ്റിൽ അങ്ങനെ ഒരുമാതിരിയുള്ള വോളറ്റൈലുള്ള മൊമെൻ്റ് ഒക്കെ വരാൻ പോകുന്ന ഒരു സങ്കീർണമായ ഒരു ട്രേഡിംഗ് സമയമാണ് നമുക്ക് കടന്നു വരുന്നത്. സോ അത് എന്നെ സംബന്ധിച്ച് വോളറ്റിലിറ്റി മൈ കിങ്. എനിക്ക് എൻ്റെ രാജാവാണ് വോളറ്റിലിറ്റി. എനിക്ക് വോളറ്റിലിറ്റി ഉണ്ടെങ്കിൽ ട്രേഡിംഗ് ചെയ്യാൻ ഒരു സുഖം കിട്ടുള്ളൂ. എനിക്ക് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ എൻ്റെ ചിറകിനെ വിടർത്തി പറക്കാൻ എനിക്ക് വോളറ്റിലിറ്റി സഹായിക്കും. ഒരു ട്രേഡറെ സംബന്ധിച്ച് വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ചിറകെന്നാണ് ഞാൻ എന്നെ പഠിപ്പിച്ച് മെൻറ്ററൊക്കെ പറയുന്നത്. കാരണം ആ ചിറക് വിടർന്നാൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയായി പറക്കാൻ പറ്റുള്ളൂ. അപ്പം ചിറക് അടയും തോറും നമുക്ക് നമ്മുടെ മൂവ്മെൻറ്റ് വളരെ കൺജസ്റ്റഡ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് വോളറ്റിലിറ്റി ഒരു ചിറകാണ് നമ്മളെ സംബന്ധിച്ച്. ആ ചിറക് വിടർത്തട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് നല്ല കിഡിലൻ ട്രേഡുകളും ഫാസ്റ്റ് മൂവിങ് ആയിട്ട് ട്രേഡൊക്കെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുകയുള്ളൂ. സോ അത് കിട്ടാൻ നമുക്ക് നോക്കാം. സോ മാർക്കറ്റിലേക്ക് കടക്കാമല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റിലെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. അതിൻ്റെ തലേദിവസം നിങ്ങൾ നോക്കി അറിയാം, നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആയിരുന്നു. ട്രെൻഡ് ഡേ ആയിരുന്നു. സോ ട്രെൻഡ് ഡേയും അതിൻ്റെ പിറ്റേ ദിവസം നമ്മളെ മാർക്കറ്റ് വന്ന സമയത്ത് മാർക്കറ്റ് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ടാണ് മാറ്റുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് താഴേക്ക് വന്ന് ആ POCയുടെ ഭാഗത്തൊക്കെ ടെസ്റ്റ് ചെയ്തു, അവൻ താഴേക്ക് തന്നെ ക്ലോസ് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ കൃത്യമായി പറയുന്നത് നമ്മളെ POC നിൽക്കണം 51,520 ഭാഗത്താണ് നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. സോ 51,520 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. 51,520 ആണ് നമ്മുടെ POC വരുന്നത്. നമ്മുടെ POC ആ ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിക്ക് വരുന്നത്. സോ അതിന് മുകളിൽ നമുക്ക് നിന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. എന്താണ് അതിന് നമ്മളുടെ POC ബൈ അല്ല, ആ ഒരു നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് റെഫറൻസ് പോയിന്റ് ആണ്. സോ 51,520 നമ്മുടെ ഈ അതേ സമയത്ത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ബുള്ളിഷ് റെഫറൻസ് എന്നെ സംബന്ധിച്ച് 51,740 ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. അതേ റെഫറൻസ് ഇപ്പോഴും ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യാണ്. 51,740 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. എത്രയാണ്? 51,740 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് റെഫറൻസ്. 51,740 അത് ഞാനത് മാർക്ക് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കും. സോ ബൈ അവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 51,246 ഭാഗത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ POC 51,520, ബുള്ളിഷ് റെഫറൻസ് 51,740. 51,740ക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആകുന്നതിൽ 51,900 എന്ന് പറഞ്ഞ ലെവൽ 51,900 R1 എന്ന് പറഞ്ഞാൽ 51,900 എന്നെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് അപ്പർ ടാർഗറ്റ്. അത് കൃത്യമായി നിങ്ങൾ മാർക്ക് ചെയ്യുക. അതിന് മുകളിൽ R2 എന്ന് പറയുമ്പോൾ 52,030 52,030 52,000
R2 എന്ന് പറയുമ്പോൾ 52,030, അതാണ് R2. ക്ലിയർ ആയല്ലോ. അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത വരാൻ പോകുന്നത് R3 എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്തുവാണ് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ 52,245 ആണ്. 52,245 ആണ് R2. 52,245 ആണ് R3 എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 51,740ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 51,900, 52,030, 52,245 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബെയറിഷ് റെഫറൻസ്. അപ്പം ബുള്ളിഷ് എന്താണ് 51,740. ഇനി നമുക്ക് ബെയറിഷ് റെഫറൻസ്. ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് ഇപ്പോഴും ഞാൻ പറയുകയാണ് 51,000 എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. 51,000 താഴെ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് ചെയ്യുള്ളൂ. സോ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 51,000 ബാങ്ക് നിഫ്റ്റിക്ക്. അതിന് താഴെ നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റി വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 54 താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ് 50,862. ഫസ്റ്റ് ടാർഗറ്റ് 50,862. 50,862 ആണ് എന്നെ സംബന്ധിച്ചുള്ള S1. സോ എന്നെ നമ്മൾ S1 എത്രയാണ് 50,862. അതിന് താഴെ S2 എത്രയാണ്? S2 എന്ന് പറയുമ്പോൾ 50,000 അടുത്ത് വരുന്നത് 50,617. S2 50,000 50,617. അതിന് താഴെ S3 എന്ന് പറയുമ്പം മാർക്കറ്റ് 50,385 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ 50,385. അതാണ് S3. 50,385. അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. 52,400 ബാങ്ക് നിഫ്റ്റി വരുമോ എന്ന് ചോദിച്ചതിൻ്റെ ഏക ഉത്തരം 51,740 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 52,400 പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻ കേസ് 50,000 പൊട്ടുകയാണെങ്കിൽ 50,385 അഥവാ 50,400 വരാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് നോക്കേണ്ട എന്താണ് നിഫ്റ്റിയുടെ ഒരു ലെവൽ. ഇപ്പം കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി വളരെ ഫാസ്റ്റ് മൂവിങ് ഒരു നിഫ്റ്റി ആയിരുന്നു സംഭവിച്ചത്. നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെൻ്റൊക്കെ ഞാൻ പ്രതീക്ഷിച്ചെങ്കിൽ കൂടി ആശാൻ തന്നില്ല. വലിയ മൂവ്മെൻ്റൊക്കെ ഞാൻ പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ പലരും ചോദിച്ചു. ഞാൻ ട്രേഡ് ചെയ്യാൻ ചെയ്യുന്നില്ലായിരുന്നു, ട്രേഡിങ്ങേ ഇല്ലായിരുന്നു, ഔട്ട് ഓഫ് ദ മാർക്കറ്റ് ആയിരുന്നു. ഈവൻ എനിക്ക് നെറ്റ്വർക്ക് പോലും കിട്ടാൻ ശ്രദ്ധയ്ക്കാണ് ഞാൻ നിന്നത്. സോ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഒരു നോർമൽ ഡേ ആയിരുന്നു. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ചെറിയൊരു ഡൗൺ മൂവ്മെൻറ്റ് വന്നെങ്കിൽ കൂടി അവൻ ടാർഗറ്റൊന്നും തന്നില്ല. നിഫ്റ്റിയുടെ POC നിൽക്കുന്ന 24,184 നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. സോ 24,184 ആണ് നിഫ്റ്റിയുടെ POC. എത്രയാണ് 24,000 POC എന്ന് പറയുമ്പം 24,184 നിഫ്റ്റിയുടെ POC എന്ന് പറഞ്ഞാൽ. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഈ ഒരു 24,000 ഈ ഒരു ഏരിയ നിഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് കൂടെയാണ്. സോ അതുകൊണ്ട് അവൻ ആ ഭാഗത്ത് തന്നെ കടിച്ചു പിടിച്ച് നിൽക്കാൻ നിൽക്കുന്നു. 24,274 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. 24,273ക്ക് മുകളിൽ മാത്രമേ ഞാൻ നിഫ്റ്റിക്ക് ഒരു ബൈ എടുക്കുകയുള്ളൂ. 24 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പം 24,275 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ബൈ അതിന് മുകളിൽ വന്നാൽ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ചിലപ്പം ആൾക്കാർ എടുക്കാതിരിക്കാം. പക്ഷേ ചില ആൾക്കാർ ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ POCക്ക് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എന്താണ് ഇതിന് മുകളിലോട്ടുള്ള ട്രേഡ് എടുക്കാനും അതായത് ടിൽ ഈ ബുള്ളിഷ് റെഫറൻസ് പല ആൾക്കാരും ട്രേഡ് ചെയ്യാറുണ്ട്. സോ 24,275 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 24,330. ആദ്യത്തെ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ് 24,330. 24,370 ആണ്. 23,330 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. R1 എന്ന് പറഞ്ഞാൽ അതാണ്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ R2 എത്രയാണ്? R2 എന്ന് പറയുമ്പം അതിന് മുകളിൽ 407 ആണ് R2. 24,420. R2 എന്ന് പറയുമ്പോൾ 24,400. ഇതിന് മുകളിലൊരു മൊമെൻറ്റം ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നില്ല. സോ ഇനി മാക്സിമം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി താഴേക്കുള്ള ലെവൽ നോക്കുന്നുണ്ട്. താഴേക്ക് അപ്പോൾ താഴേക്ക് എന്ന് പറയുമ്പം ഇനി നമുക്ക് നോക്കേണ്ട ബെയറിഷ് റെഫറൻസ് എവിടെയാണ്? ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തോളുക, 24,071 എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ്. 24,071. 24,071 എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ ബെയറിഷ് പോയിന്റ്. സോ ആ ബെയറിഷ് റെഫറൻസിന് താഴെ മാത്രമേ ഞാൻ നിഫ്റ്റിയിൽ സെല്ല് എടുക്കുകയുള്ളൂ. അത് പൊട്ടുകയാണെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഡൗൺവേർഡ് മൂവ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 24,071 ആണ് നമ്മുടെ എന്താണ് ഡൗൺവേർഡിൻ്റെ റെഫറൻസ്. അതിന് താഴെ നിൽക്കുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ ഈ ഒരു ഏരിയ 24,003. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 24,003. 24,003ൻ്റെ ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് 24,000
S1 എന്ന് പറയുമ്പോൾ 24,003 24,003. ഓക്കെ, അത് ഞാൻ മാർക്ക് ചെയ്തു. അത് താഴെ കൂട്ടുമ്പോൾ അവിടെ വരെ വരാം. അതിന് താഴെ അടുത്ത S2 എന്ന് പറഞ്ഞാൽ എവിടെ പോവാം? S2 എന്ന് പറയുമ്പോൾ 23,943 പോവാം. 23,943 പോവാം. 23,943 S2. ഓക്കെ, ആ S2 ഞാൻ മാർക്ക് ചെയ്തു. അതിന് താഴെ നിൽക്കുമ്പോൾ അടുത്ത S3 എന്ന് പറയുമ്പോൾ ഈ 23,861 S3. ഏതാണ്? 23,861 S3. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള മാർക്കറ്റിലൊരു ലെവൽ. അപ്പം ഇതിന് മാർക്കറ്റ് ഇതിനകത്തോട്ടോ പുറത്തോട്ടൊക്കെ മാർക്കറ്റ് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം നിങ്ങൾ അതനുസരിച്ച് ബുള്ളിഷിന് മുകളിൽ നിൽക്കുക. POCക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബുള്ളിഷ് റെഫറൻസിനെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല, POCക്ക് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ വേറെ റെഫറൻസിനെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ട്രേഡ് ആസ് എ ട്രേഡർ നിങ്ങൾക്ക് ഈ ഒരു ലെവലിനകത്ത് എവിടെ വേണോ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു ആർ അനലൈസിങ് ദ ലെവൽസ്. അതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. അപ്പം ഞാനത് പറഞ്ഞു, എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നമ്മുടെ ഓഫ്ലൈൻ സെഷൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു ട്രേഡിംഗ് ഒരു കരിയറായിട്ട് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് സെറ്റപ്പുകളൊക്കെ പഠിച്ച് ട്രേഡ് ചെയ്യണം. ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ DMI നമ്പർ ഞാൻ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ്. സോ നാളെ മുതൽ എൻ്റെ ആ 2 lakhിൻ്റെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെറ്റ് റെഡി ആൻഡ് ട്രേഡ് വിത്ത് മീ ആൻഡ് വാച്ച് ദ ലെവൽ, ഫോളോ മൈ ചാനൽ. എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്നെ ദയവ് ചെയ്ത് എൻ്റെ യൂട്യൂബ് അൽഗോരിതം വർക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ.